ഹലോ ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിങ്ങളുടെ ഫാക്കൽറ്റി ദേവദത്തൻ. പേപ്പർ 1 ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്നുള്ളത്. ആൻഡ് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എല്ലാ വർഷവും 4 മുതൽ 5 ചോദ്യങ്ങൾ വരെയാണ് പ്രധാനമായിട്ടും പേപ്പർ 1 ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അതിനകത്തെ തന്നെ ആ 4 ചോദ്യങ്ങളിൽ അല്ലെ 5 ചോദ്യങ്ങളിൽ തന്നെ ഒരു ചോദ്യം വരുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻസും അതേപോലെ തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല ഇന്റർനാഷണൽ ഏജൻസികൾ ഏറ്റെടുത്തിട്ടുള്ള അല്ലെ പല ഏജൻസികൾ നടത്തിയിട്ടുള്ള കൺവെൻഷൻസും ആൻഡ് ആ കൺവെൻഷൻസിൽ ഒപ്പുവെച്ചിട്ടുള്ള കരാറുകളും ഒക്കെ തന്നെയാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എൻവയൺമെന്റൽ കൺവെൻഷൻസ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടൻ്റ് എൻവയൺമെന്റൽ എഗ്രിമെന്റ്സ് ഏതൊക്കെയാണ്, അവയുടെ ടേംസ് എന്തൊക്കെയാണ്, അത് ഏത് കാലത്തൊക്കെയാണ് ഇനിഷ്യേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ട്രീറ്റീസ് ആൻഡ് കൺവെൻഷൻസ്. സോ ഏറ്റവും ആദ്യം തന്നെ 1986 ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇനാക്ട് ചെയ്യപ്പെട്ട എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഇറ്റ് വാസ് ഇനാക്റ്റഡ് മെയിൻലി ടു ഇംപ്ലിമെന്റ് ദ ഡിസിഷൻ മെയ്ഡ് അറ്റ് ദ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയൺമെന്റ് അറ്റ് സ്റ്റോക്ക്ഹോമിൽ നടത്തപ്പെട്ട അല്ലെ സ്റ്റോക്ക്ഹോമിൽ ഹോസ്റ്റ് ചെയ്യപ്പെട്ട യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയൺമെന്റ് ആ ഒരു കോൺഫറൻസിൽ ഏറ്റെടുത്ത അല്ലെങ്കിൽ ആ ഒരു കോൺഫറൻസിൽ എടുത്ത തീരുമാനങ്ങളെയൊക്കെ തന്നെ നടപ്പിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇനാക്ട് ചെയ്യപ്പെട്ടത്. ആൻഡ് ഈ ഒരു ലോ പ്രകാരം ഇറ്റ് ക്യാൻ കോർഡിനേറ്റ് ആൻഡ് എക്സിക്യൂട്ട് നേഷൻ വൈഡ് പ്രോഗ്രാംസ് ആൻഡ് പ്ലാൻസ് ടു ഫർദർ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതായത് രാജ്യത്തിലുള്ള ഉടനീളം എൻവയൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളും പലതരത്തിലുള്ള കൺവെൻഷനുകളും നടപ്പിലാക്കുക എന്നുള്ളതാണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. And it mandate environmental quality standards, particularly those concerning emission or discharge of environmental pollutants. നമ്മളുടെ പ്രകൃതിയിലേക്ക് പൊല്യൂട്ടൻസിനെയൊക്കെ തന്നെ പ്രത്യേകിച്ച് മാലിന്യങ്ങളും അതുപോലെ തന്നെ പലതരത്തിലുള്ള പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പൊല്യൂട്ടൻസിന്റെ ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട എൻവയൺമെന്റിലേക്ക് അതിനെ തള്ളിക്കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകളും കൃത്യമായിട്ടുള്ള നിയമങ്ങളെയും ഒക്കെ തന്നെ ഇനാക്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഇനാക്ട് ചെയ്യപ്പെട്ടത്. ഇറ്റ് ഓൾസോ ബാർസ് ദ ഡിസ്ചാർജ് ഓഫ് എൻവയൺമെന്റൽ പൊല്യൂട്ടൻസ് ഇൻ എക്സസ് ഓഫ് പ്രിസ്ക്രൈബ്ഡ് റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. കൃത്യമായിട്ടുള്ള ഒരു റെഗുലേറ്ററി ഒരു മെഷർ തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ആൻഡ് ആ ഒരു അളവിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അളവിൽ കൂടുതലായിട്ട് എൻവയൺമെന്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെതിരെ ലീഗലായിട്ടുള്ള ആക്ഷൻ എടുക്കുക, അതിനെതിരെ കൃത്യമായിട്ടുള്ള മെഷേഴ്സ്, കൗണ്ടർ മെഷേഴ്സ് എടുക്കുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ ബാൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ആ കീഴിൽ വരുന്നത്. സോ ഇറ്റ് എംപവേഴ്സ് എനി പേഴ്സൺ അപ്പാർട്ട് ഫ്രം ഓതറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ടു ഫയൽ എ കംപ്ലൈന്റ് ഇൻ എ കോർട്ട് റിഗാർഡിംഗ് എനി കോൺട്രാവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. സോ ഈ ഒരു ആക്ടുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്, പലതരത്തിലുള്ള നോംസ് ഉണ്ട്. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നവരെയോ ഇതിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്നവരെയൊക്കെ തന്നെ ലീഗലായിട്ടുള്ള മെഷറുകൾ എടുക്കുക എന്നുള്ളതും ഈ പറയുന്ന എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അകത്ത് വരുന്നുണ്ട്. സോ ഇറ്റ് എംപവേഴ്സ് എനി പേഴ്സൺ അപ്പാർട്ട് ഫ്രം ഓത്തറൈസ്ഡ് ഗവൺമെന്റ് ഓഫീസേഴ്സ് ടു ഫയൽ എ കംപ്ലൈന്റ് ഇൻ എ കോർട്ട്. ഗവൺമെന്റ് ഓഫീസേഴ്സിന് മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ കണ്ടു കഴിഞ്ഞാൽ സ്വമേധയാ അവർക്ക് കോർട്ടിൽ കേസ് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ ഒരു ആക്ടിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷനാണ്. സോ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. മറ്റൊന്ന് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഇന്ത്യസ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വാസ് റിലീസ്ഡ് ഓൺ June 30th, 2008. സോ 2008 ഈ നാഷണൽ ആക്ഷൻ പ്ലാന് ഇന്ത്യയിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ആക്ഷൻ പ്ലാന് എടുത്തിട്ടുള്ളത്. aims to achieve national growth objective along with enhancing ecological sustainability that leads to further mitigation of greenhouse emission. It initiates appropriate technology for both adaptation and mitigation of greenhouse gases and to promote sustainable development. So പ്രധാനമായിട്ടും നാഷണൽ ആക്ഷൻ പ്ലാനിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള ഗ്രോത്ത് ഒബ്ജക്റ്റീവുകളുണ്ട്. ആൻഡ് ഈ ഗ്രോത്ത് ഒബ്ജക്റ്റീവുകൾ നമ്മൾ റിയലൈസ് ചെയ്യുമ്പോഴും സസ്റ്റൈനബിലിറ്റി എന്നുള്ള ആ ഒരു ഫാക്ടറിനെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ എൻവയൺമെന്റൽ പ്രൊട്ടക്ഷൻ, അതേപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നിങ്ങനെയുള്ള അത്തരത്തിലുള്ള ഫാർ റീച്ചിങ് ആയിട്ടുള്ളതും വളരെ ഡെവലപ്മെന്റിലുമായിട്ടുള്ള ഇത്തരത്തിലുള്ള
നോഷൻസിനെയൊക്കെ തന്നെ മുറുകെ പിടിക്കുക, അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് എമിഷൻസിനെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 2008 അഡോപ്റ്റ് ചെയ്ത നാഷണൽ ആക്ഷൻ പ്ലാനിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറ്റ് പ്ലാൻസ് ടു എക്സ്റ്റെൻഡ് ഇന്റർനാഷണൽ കോഓപ്പറേഷൻ ഫോർ റിസർച്ച്, ഡെവലപ്മെന്റ്, ഷെയറിംഗ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ബൈ അഡീഷണൽ ഫണ്ട്. സോ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജികൾ, പലതരത്തിലുള്ള ആൻഡ് അത്തരത്തിലുള്ള പുതിയ പുതിയ മെഷറുകളെ കൊണ്ടുവരുന്നതിനുള്ള റീസർച്ച്, ഡെവലപ്മെന്റ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒക്കെ തന്നെ ഫണ്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ കോഓപ്പറേഷൻ മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടോ വിദേശ സംഘടനകളുമായിട്ടോ ഒക്കെ തന്നെ യോജിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ടെക്നോളജികളെ ഡെവലപ്പ് ചെയ്യുക, പുതിയ തരത്തിലുള്ള മെഷറുകൾ കൊണ്ടുവരിക എന്നുള്ളതും ഈ പറയുന്ന നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയിമാണ്. ആൻഡ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987. സോ ഇത് പ്രധാനമായിട്ടും ഓസോൺ ലെയർ ഡിപ്ലീഷനെ പ്രിവെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ വരുന്നത്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ടു അബേറ്റ് ദ പ്രോബ്ലം ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. ഓസോൺ ലെയറിന്റെ ഡിപ്ലീഷനെ ടോട്ടലി നിർത്തലാക്കുക അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക, പൂർണ്ണമായിട്ടും വരുതിയിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന മോൺട്രിയൽ പ്രോട്ടോകോളിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇറ്റ് എയിംസ് ടു അഡ്രസ് ദ റിഡക്ഷൻ ഓഫ് ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ദോസ് കെമിക്കൽസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ പാളികൾ ഡിപ്ലീഷൻ അല്ലെ ഓസോൺ പാളികളുടെ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട പലതരത്തിലുള്ള കെമിക്കലുകളുണ്ട്, പലതരത്തിലുള്ള കോമ്പൗണ്ടുകളുണ്ട്. സോ ഇത്തരത്തിലുള്ള കെമിക്കലുകളുടെ പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കെമിക്കലുകളുടെ എമിഷൻ, ഇതൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുക, അതിനുള്ള ഗൈഡ് ലൈൻസും അതിനുള്ള മെഷറുകളും ഉറക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മോൺട്രിയൽ പ്രോട്ടോകോളിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ മോൺട്രിയൽ പ്രോട്ടോകോളിൽ അവർ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ച കാര്യങ്ങൾ. സോ ഇറ്റ് ഫേസസ് ഡൗൺ ദി യൂസ് ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ഇൻ എ സ്റ്റെപ്പ് വൈസ് ടൈം ബൗണ്ട് മാനർ. ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് റെഗുലേറ്റഡ് ബൈ ദ പ്രോട്ടോകോൾ ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഇവർ റെഗുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് CFCs എന്ന് പറഞ്ഞാൽ ക്ലോറോഫ്ലൂറോ കാർബൺസ്, അതുപോലെ തന്നെ ഹാലൻസ്, കാർബൺ ടെട്രാക്ലോറൈഡ്, മീഥൈൽ ക്ലോറോഫോം, മീഥൈൽ ബ്രോമൈഡ്, ഹൈഡ്രോക്ലോറോഫ്ലൂറോ കാർബൺസ് എന്നൊക്കെയുള്ള ഇത്തരത്തിലുള്ള കോമ്പൗണ്ടുകളാണ് പ്രധാനമായിട്ടും ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസുകളായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മോൺട്രിയൽ പ്രോട്ടോകോൾ പ്രകാരം ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷനും അതേപോലെ എമിഷനെയുമാണ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നത്. So, all the member nations have specific responsibilities relating to the phasing out of various groups of ODS, controlling ODS trade, reporting of data annually, etc. So, ഈ ഒരു മോൺട്രിയൽ പ്രോട്ടോകോളിൽ സൈൻ ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഉടമ്പടി കരാറിൽ ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങളും, എല്ലാ മെമ്പർ നേഷൻസും ഇത്തരത്തിലുള്ള ODS അഥവാ ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസിന്റെ പ്രൊഡക്ഷനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതിൻ്റെ ഡിക്രീസ് ചെയ്യുന്നത്, അതായത് അത് റിലീസ് ചെയ്യപ്പെടുന്ന ആ ഒരു അളവിനെ കൃത്യമായിട്ട് ഘട്ടം ഘട്ടമായിട്ട് ഡിക്രീസ് ചെയ്യുക, അവയുടെ ട്രേഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള റോളുകൾ എന്നുള്ളത്. സോ ദാറ്റ്സ് അബൌട്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ. ആൻഡ് മറ്റൊരു പ്രധാനപ്പെട്ട സമ്മിറ്റ്, അതായത് ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എർത്ത് സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വേറൊരു പേര് റിയോ സമ്മിറ്റ് എന്നുള്ളതാണ്. റിയോ സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും പല വർഷങ്ങളിലായിട്ട് കണ്ടുവരുന്നതാണ്. സോ 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഒരു സമ്മിറ്റാണ് റിയോ സമ്മിറ്റ് അഥവാ എർത്ത് സമ്മിറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു സമ്മിറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്കറിയാം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു സമ്മിറ്റിനെ നമ്മൾ സംസാരിക്കാറുള്ളത്. ഇറ്റ് ലീഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ആർട്ടിക്കിൾ 21 ആൻഡ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. സോ എന്താണ് റിയോ ഡിക്ലറേഷൻ, എന്താണ് അജണ്ട 21 ആൻഡ് എന്താണ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ റിയോ ഡിക്ലറേഷൻ, it contains 27 principles that were supposed to guide countries in future sustainable development. So റിയോ സമ്മിറ്റിൽ ഈ ഒരു ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, റിയോ ഡെക്ലറേഷൻ ഓൺ എൻവയൺമെന്റ് എന്നുള്ള ഒരു പദ്ധതിയെ അവർ ഡെവലപ്പ് ചെയ്തു. അതേപോലെ തന്നെ ആർട്ടിക്കിൾ 21, അജണ്ട 21 എന്ന് പറയുന്ന ഒരു ആക്ഷൻ പ്ലാനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രിൻസിപ്പിൾസിനെ, കുറച്ച് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള, നോൺ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസിനെ അവർ മുന്നോട്ട് കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ റിയോ ഡെക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് 27 പ്രിൻസിപ്പിൾസ് ആൻഡ് ദീസ് ആർ സപ്പോസ് ടു ഗൈഡ് കൺട്രീസ് ഇൻ ഫ്യൂച്ചർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്.
മെമ്പർ നേഷൻസിനെ, അതായത് ഈ ഒരു സമ്മിറ്റിൽ പങ്കെടുത്ത മെമ്പർ നേഷൻസിനെ ഒക്കെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന 27 ഗൈഡ് ലൈനുകളാണ് റിയോ ഡിക്ലറേഷനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം അജണ്ട 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആ ഒരു ഗൈഡ് ലൈനുകളെയൊക്കെ തന്നെ ഗൈഡ് ലൈനുകളെ റിയലൈസ് ചെയ്യാനായിട്ടുള്ള ആക്ഷൻ പ്ലാനുകളാണ് മുന്നോട്ട് വെക്കുന്നത്. ആൻഡ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള കുറച്ചധികം പ്രിൻസിപ്പിൾസ് ആണ്. സോ അവയുടെ ഫുൾ ഫോം നോൺ ലീഗലി ബൈൻഡിങ് അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രിൻസിപ്പിൾസ് for global consensus on the management, conservation and sustainable development of all types of forests. എല്ലാ തരത്തിലുള്ള ഫോറസ്റ്റ് റിസോഴ്സുകളെയും ഒക്കെ തന്നെ കൺസേർവ് ചെയ്യുന്നതിൻ്റെയും അതേപോലെ തന്നെ അവയുടെ മെയിൻ്റനൻസിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് പ്രധാനമായിട്ടും റിയോ സമ്മിറ്റിനകത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ഓൾ agreed to commit to sustainable development, systematic scrutiny of toxic component production, promotion of the use of non-renewable resources by limiting the use of fossil fuels, improvisation of public transport to reduce vehicular emission, and the growing scarcity of water were the major issues discussed. So ഈ ഒരു റിയോ സമ്മിറ്റിൽ, ഈ ഒരു റിയോ ഉച്ചകോടിയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടോക്സിക് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ, പ്രത്യേകിച്ചും പൊല്യൂട്ടൻസിൻ്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതായത് അവ എൻവയൺമെൻറ്റിലേക്ക് ഡിസ്ചാർജ് ചെയ്യുകയും അത് പൊല്യൂഷനിലേക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള കാര്യങ്ങളും, അതേപോലെ പ്രൊമോഷൻ ഓഫ് ദി യൂസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ യൂസിനെയും അവയുടെ ജനറേഷനെയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശങ്ങളും, ആൻഡ് ഇംപ്രൊവൈസേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ടു റെഡ്യൂസ് വെഹിക്കുലർ എമിഷൻ ആൻഡ് ദ ഗ്രോയിങ് സ്കാർസിറ്റി ഓഫ് വാട്ടർ, അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പലതരത്തിലുള്ള നയങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ടും റിയോ സമ്മിറ്റിനകത്ത് മെമ്പർ നേഷൻസ് ഡിസ്കസ് ചെയ്തത്. സോ ദാറ്റ്സ് അബൌട്ട് റിയോ സമ്മിറ്റ്. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് 1993 കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡിസംബർ 1993 ഈ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി നിലവിൽ വന്നത്. ആൻഡ് ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു അറ്റൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബൈ അച്ചീവിംഗ് കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റിയുടെ, അതായത് ഒരു രാജ്യത്തെ ജൈവ വൈവിധ്യം അതിനെ നിലനിർത്തുക എന്നുള്ളതും അത് വരുന്ന തലമുറയ്ക്ക് ഉപകരിക്കുന്ന രീതിയിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലൂടെ അവയെ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ തന്നെ അവയെ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയിൽ അവരെടുത്ത തീരുമാനങ്ങൾ. So it aims to take effective and urgent steps to abate the loss of biodiversity, to facilitate a resilient ecosystem, to secure various forms of life and human welfare through poverty eradication. പ്രധാനമായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസ് എന്നുള്ളത്, അതായത് നമ്മളുടെ ഇക്കോസിസ്റ്റത്തിനകത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെ ജൈവ വൈവിധ്യം എന്നുള്ളത് പല രീതിയിലായിട്ട് ഈ ഒരു എൻവയൺമെന്റൽ പൊല്യൂഷൻ മൂലവും ക്ലൈമറ്റ് ചേഞ്ച് മൂലവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇവയെ, പ്രത്യേകിച്ച് പ്ലാന്റ് ആൻഡ് അനിമൽ റിസോഴ്സുകളെയും ഒക്കെ തന്നെ കൺസേർവ് ചെയ്യുക, ഇവയെ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റൊന്ന് 1997 ക്യോട്ടോ പ്രോട്ടോകോൾ. ആൻഡ് ഡിസംബർ 1997 ക്യോട്ടോ പ്രോട്ടോകോൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടത്. ഇറ്റ്സ് മെയിൻ ടാർഗറ്റ് വാസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉച്ചകോടിയായിരുന്നു ക്യോട്ടോ. പ്രധാനപ്പെട്ട ഒരു പ്രോട്ടോകോൾ ആയിരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അഡോപ്ഷൻ ആയിരുന്നു ക്യോട്ടോ പ്രോട്ടോകോൾ എന്നുള്ളത്. ആൻഡ് 37 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും കൂടി ചേർന്നുകൊണ്ടാണ് ഇതിന് ഒപ്പിടുന്നത്. സോ ഇത് പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് എമിഷനെ കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഉച്ചകോടി മുന്നോട്ട് വെച്ചത്. ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ് വെർ ആസ്ക്ഡ് ടു കോഓപ്പറേറ്റ് വോളണ്ടറിലി ടു അച്ചീവ് ദ ടാർഗറ്റ്. ഡെവലപ്പിംഗ് നേഷൻസിനെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മെമ്പർ നേഷൻസുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളത് ക്യോട്ടോ പ്രോട്ടോകോളിനകത്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് മെയിൻ ഫോക്കസ് വാസ് ടു റെഡ്യൂസ് ദ എമിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോകാർബൺ, പെർഫ്ലൂറോകാർബൺ ആൻഡ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ്. ഇത്തരത്തിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമിഷനെ കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ക്യോട്ടോ പ്രോട്ടോകോളിനകത്ത് അവർ അഡോപ്റ്റ് ചെയ്ത പ്രധാനപ്പെട്ട ആശയം. ആൻഡ് ഇറ്റ് പ്രപ്പോസ്ഡ് എ ക്ലീൻ ഡെവലപ്മെന്റ് മെക്കാനിസം ആൻഡ് ജോയിന്റ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സക്സസ്ഫുള്ളി അച്ചീവ്ഡ് പ്രൊപ്പോസ്ഡ് ഒബ്ജക്റ്റീവ്.
സക്സസ്ഫുള്ളി അച്ചീവ് ഇറ്റ്സ് പ്രൊപ്പോസ്ഡ് ഒബ്ജക്റ്റീവ്. പ്രധാനമായിട്ടും ഒരു ജോയിന്റ് കോപ്പറേഷൻ നമ്മൾ മുമ്പേ കണ്ടു. 37 ഇൻഡസ്ട്രിയലൈസ്ഡ് നേഷൻസും അതിൻ്റെ കൂടെ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും അതുപോലെ അതിൻ്റെ കൂടെ ഡെവലപ്പിംഗ് കൺട്രീസിനോടും കോഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. സോ ഇതൊരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് എമിഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പാരീസ് എഗ്രിമെന്റ്. Paris Agreement was adopted at the United Nations Framework Convention on Climate Change UNFCCC Conference of the Parties COP21 held in December 2015 at Paris, France. ഡിസംബറിലാണ് ഇത് പ്രധാനമായിട്ട് ഡിസംബർ 2015 പാരീസിൽ നടന്ന ഉച്ചകോടിയിലാണ് പാരീസ് എഗ്രിമെന്റ് അഡോപ്റ്റ് ചെയ്തത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പാരീസ് ക്ലൈമറ്റ് അക്കോർഡ്. ദി എഗ്രിമെന്റ് ഇന്റൻസ് ടു റെഡ്യൂസ് ആൻഡ് മിറ്റിഗേറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. പ്രധാനമായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് പാരീസ് എഗ്രിമെന്റിലും ഈ മെമ്പർ നേഷൻസ് ഒക്കെ ഒപ്പുവെച്ചത്. അതിലൂടെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു വെൽ ബിലോ 2 degrees Celsius ആൻഡ് പ്രിഫറബിളി ലിമിറ്റ് ഇറ്റ് ടു 1.5 degrees Celsius. ഗ്ലോബൽ വാർമിങ്ങിനെ 2 degree Celsiusലേക്ക് താഴെ ആക്കുക, അല്ലെങ്കിൽ 2 degree Celsius എന്ന് പറഞ്ഞാൽ ലിമിറ്റിന് താഴെ ആക്കുക, പ്രിഫറബിളി 1.5 degree Celsiusലേക്ക് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന പാരീസ് എഗ്രിമെന്റിൽ അവർ ഏറ്റെടുത്ത പ്രധാനപ്പെട്ട തീരുമാനം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺവെൻഷനാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. It was launched by India and France during the Paris Climate Conference in December 2015. It is a group of nations that lies between the tropics. Tropic of Cancerനും Tropic of Capricornum ഇടയിൽ നിലനിൽക്കുന്ന രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിന് ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്പർ നേഷൻസ് ആയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 300 ദിവസത്തിൽ കൂടുതൽ ഡേ ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് റിസീവ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. So its main objective was to reduce the cost of solar energy to meet energy demands in developing countries. It also plans to increase the share of renewable energy substantially by 2030. പ്രധാനമായിട്ടും സോളാർ എനർജി അല്ലെങ്കിൽ സോളാർ മെറ്റീരിയലുകൾ യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ സോളാർ എനർജി വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക, അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ആക്സസിബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സോളാർ അലയൻസിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. സോ ഇറ്റ് ഓൾസോ പ്ലാൻസ് ടു ഇൻക്രീസ് ദ ഷെയർ ഓഫ് റിന്യൂവബിൾ എനർജി സബ്സ്റ്റാൻഷ്യലി ബൈ 2030. നമ്മളുടെ എനർജി കൺസംഷനിൽ റിന്യൂവബിൾ എനർജിയുടേത് വളരെയധികം ഉയർത്തുക, അതായത് 2030 റിന്യൂവബിൾ എനർജി സോഴ്സുകൾ അതിൻ്റെ ഉപഭോഗം കൂട്ടുക എന്നുള്ളതും ഈ പറയുന്ന ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. സോ ജൂൺ 2024 ഫോക്കസ് ചെയ്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയ നെറ്റ് കോച്ചിങ് ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കോമേഴ്സ്, മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ കോഴ്സുകൾ നൽകുന്നതാണ്. കൂടാതെ തന്നെ ജനറൽ പേപ്പറിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ജൂൺ 2024 തന്നെ UGC നെറ്റ് JRF കൂടി ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് international conferences on climate. Thank you.